നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പരിപാടിയുടെ ഭാഗമാകാം. ഏതെങ്കിലും ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ നേരിട്ട് ഫോണിൽ വിളിച്ച് ആ വിഷയങ്ങൾ അറിയിക്കാം. 0484-2830-510 ഈ നമ്പറിൽ വിളിച്ച് നേരിട്ട് ജനകീയ വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഏതെങ്കിലും ദൃശ്യങ്ങൾ അയക്കേണ്ടതുണ്ടെങ്കിൽ വാട്സാപ്പ് വഴി ആ ദൃശ്യങ്ങൾ അയക്കാം. 6235968937 ഈ നമ്പർ വഴി വാട്സാപ്പിലൂടെ ദൃശ്യങ്ങൾ അയച്ചു നൽകുകയും ചെയ്യാം. ലൈംഗികാരോപണങ്ങളിൽ ആടിയുലഞ്ഞ താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ അടക്കം മുഴുവൻ ഭരണസമിതിയും രാജിവെച്ചതാണ് ഇന്നത്തെ വാർത്താപ്പകലിനെ സജീവമാക്കിയ വാർത്ത. നേതൃത്വത്തിൽ താൻ ഇരുന്നപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ മനസ്സ് വേദനിപ്പിച്ചു എന്നാണ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ വികാരാധീനനായി മോഹൻലാൽ പറഞ്ഞത്. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും വരെ നിലവിലെ നേതൃത്വം താൽക്കാലിക ഭരണ സംവിധാനമായി തുടരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളിൽ താരസംഘടന അമ്മ ആടിയുലയുമ്പോഴാണ് ഗത്യന്തരമില്ലാതെ മോഹൻലാലിനുൾപ്പെടെ രാജിവെച്ചൊഴിയേണ്ടി വന്നത്. സംഘടനയ്ക്കുള്ളിലെ കടുത്ത ഭിന്നതയും നേതൃത്വത്തിന്റെ കൂട്ടരാജിയിലേക്ക് എത്തിച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുന്നതുവരെ കാത്തിരിക്കണമെന്ന് മറ്റു താരങ്ങൾ അഭ്യർത്ഥിച്ചെങ്കിലും കാര്യങ്ങൾ കൈവിട്ടതോടെ മറ്റു മാർഗമില്ലാതായി. ഓൺലൈനിൽ ചേർന്ന അടിയന്തര എക്സിക്യൂട്ടീവ് യോഗത്തിൽ മോഹൻലാൽ വികാരാധീനനായി. 17-അംഗ ഭരണസമിതിയിൽ കൂട്ടരാജി. ഇക്കാര്യത്തിലും ഭിന്നാഭിപ്രായമുയർന്നു. ജഗദീഷും ജയൻ ചേർത്തലയും എതിരഭിപ്രായം ഉന്നയിച്ചെങ്കിലും ഒടുവിൽ വഴങ്ങുകയായിരുന്നു. രാജിപ്രഖ്യാപനം വാർത്താക്കുറിപ്പിൽ ഒതുക്കണമെന്നായിരുന്നു ഒരുമിച്ചുള്ള തീരുമാനം. ആരോപണങ്ങളിൽ വിശദീകരണം നൽകേണ്ടി വരുമെന്ന ആശങ്കയിലാണ് വാർത്താ സമ്മേളനം ഒഴിവാക്കിയത്. ഒളിച്ചോട്ടമല്ലെന്ന എക്സിക്യൂട്ടീവ് അംഗം ജോയി മാത്യു. പൊതുവെ നമ്മളെ രാജ്യത്ത് ഒരു ഭരണസമിതിയിൽ കേന്ദ്രത്തിൽ ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ആരോപണം നേരിട്ടാൽ, പ്രത്യേകിച്ച് ലൈംഗിക ആരോപണം, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമൊക്കെ ആരോപിക്കപ്പെട്ടാൽ അവർ രാജിവെച്ചതോടെ തീരുക. പക്ഷേ ഇത് ഞങ്ങൾ വേറെ മാതൃകയാക്കാണ്. ഭരണസമിതി മൊത്തം ഈ ഒരു ധാർമ്മിക പ്രശ്നത്തിൻ്റെ പേരിൽ രാജിവെക്കണം. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയ നേതൃത്വം ഉണ്ടാവട്ടെ എന്ന വാർത്താക്കുറിപ്പിൽ മോഹൻലാൽ കുറിച്ചു. 2 മാസത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യുവനിര നേതൃസ്ഥാനത്തേക്ക് വരണമെന്നാണ് പൊതുവികാരം. പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ടൊവിനോ തോമസ് അടക്കമുള്ളവരെ മത്സരിപ്പിക്കാനും നീക്കം നടക്കുന്നുണ്ട്. 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മ കടന്നുപോയത്. അപ്പോഴും താരങ്ങൾക്കെതിരായ ലൈംഗികാരോപണങ്ങളിൽ സംഘടനയ്ക്ക് മറുപടിയില്ല. പുതിയ ഭരണസമിതിയിൽ തലമുറ മാറ്റം ഉണ്ടാകുമോ എന്നതാണ് ഇനി ശ്രദ്ധേയം. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. അമ്മയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒളിച്ചോടിയ പ്രസിഡന്റ് എന്ന് മോഹൻലാൽ അറിയപ്പെടുമെന്ന് അന്തരിച്ച നടൻ തിലകന്റെ മകൾ സോണിയ തിലകൻ. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ രാജി സ്വാഗതം ചെയ്യുന്നുവെന്ന് നടി ഉഷ ഹസീന. നേതൃനിരയിലേക്ക് സ്ത്രീകൾ വരണമെന്ന് നടി ഗായത്രി വർഷ പറഞ്ഞു. കൂട്ടരാജിയുടെ ആവശ്യമില്ലെന്നും ആരോപണ വിധേയർ മാത്രം പുറത്തുപോയാൽ മതിയെന്നുമാണ് ഷമ്മി തിലകന്റെ പ്രതികരണം. സ്ത്രീകളെല്ലാം കൂടി ഒരുമിച്ചപ്പോൾ, അതായത് പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മണ്യം തടക്കാനാവില്ല എന്നൊരവസ്ഥയിലാണ് ഇപ്പൊ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും അതൊരു പുതിയ ശുദ്ധികലശത്തിന് കാരണമാവുന്നതിൽ സന്തോഷമുണ്ട്. കൃത്യമായിട്ടും ഏത് തൊഴിലിടമാണോ, ഏത് പ്രവർത്തന രംഗമാണോ ആ രംഗത്തിന് ഉപയുക്തമാകുന്ന രീതിയിലേക്ക് അതിനെ വളർത്താൻ കഴിയുന്നില്ലെങ്കിൽ എത്ര കാലം നമ്മളത് പിടിച്ചു കൊണ്ടുപോയാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാവും. ഇനി വരുന്ന ഭരണസമിതിയെങ്കിലും, അമ്മ സംഘടനയിൽ വരുന്ന ഭരണസമിതിയെങ്കിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇത്തരത്തിലുള്ള അംഗങ്ങളെ കൂട്ടിക്കൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരിടം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഭരണസമിതി വരണം. എനിക്ക് തോന്നുന്നത് അതൊരിടത്തിയേട്ടമായി പോയി. കാര്യം ആവശ്യമില്ലാത്തൊരു പരിപാടിയായിപ്പോയി. എല്ലാവരും കൂടെ രാജിവെക്കേണ്ട കാര്യമില്ലായിരുന്നു. ആരോപിതരായിട്ടുള്ള ആൾക്കാർ മാത്രം രാജിവെച്ചാൽ മതിയായിരുന്നു. ഒരു അനിശ്ചിതത്വം ഉണ്ടായില്ലേ അംഗങ്ങളില്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനുജ രാജേഷ്, അശ്വിൻ പാലാഴി, ഒപ്പം വിഷ്ണു സുരേഷ് എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം അനുജയിലേക്കാണ്. അനുജ, അങ്ങനെ നേതൃത്വത്തിന് ഒന്നടങ്കം വെക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണല്ലോ. എങ്ങനെ കാണണം ഈ രാജി, അനുജ? ഉന്മേഷ്, ഈ ഒരു രാജിയിലേക്ക് പോകാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ളത് ഈ ഭരണത്തലപ്പത്തുള്ളവർക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്തരത്തിലേക്കുള്ള കൂടിയാലോചനകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നിരുന്നു. അത്
പ്രസിഡന്റ് മോഹൻലാലിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അത്തരത്തിലേക്കുള്ള കൂടിയാലോചനകൾ നടന്നിട്ടുള്ളത് എന്നതാണ്. നമ്മൾ ഇന്നലെയൊക്കെ ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു. അദ്ദേഹം അധ്യക്ഷ പദവി ഒഴിയാനുള്ള സാധ്യതയുണ്ട് എന്ന്, ഇന്ന് കൂടുതൽ അംഗങ്ങൾ രാജിവെച്ചേക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടതാണ്. ഏതായാലും അതിന് തൊട്ട് പിന്നാലെയാണ് 17 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെക്കുന്നു, ഭരണസമിതി പൂർണ്ണമായും പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന തരത്തിലേക്ക് വാർത്ത വന്നത്. അപ്പോൾ ആ തീരുമാനം ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. പല അംഗങ്ങളും ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. അതിൽ എന്തിനു വേണ്ടി പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവെച്ചു, അദ്ദേഹം തുടരണമായിരുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം അംഗങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ 500-ലേറെ അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. അവർ തെരഞ്ഞെടുത്തതാണ് ഈ ഭരണസമിതിയെ. അപ്പോൾ അവരോട് കാണിച്ച ചതിയാണ് ഇത്. ഇങ്ങനെ എന്തിനാണ് ആരോപണ വിധേയർ മാത്രം പോയാൽ പോരെ, എന്തിനാണ് ഒരു ഭരണസമിതി പൂർണ്ണമായി ഒഴിഞ്ഞു പോകുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുന്നവരുണ്ട്. ഇത് അധികാരമേറ്റിട്ട് ഏതാണ്ട് 1 മാസവും 26 ദിവസവും മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഒഴിഞ്ഞു പോകലുണ്ടാകുന്നത് അത് ഈ സംഘടനയ്ക്ക് ഒരളവ് വരെ ഉണ്ടാക്കിയിട്ടുള്ള നാണക്കേട് മൂലം തന്നെയാണ് എന്ന് നമുക്ക് പറയാം. കാരണം ഇതിന് തലപ്പത്തിരിക്കുന്ന ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നു, മുൻ ഭാരവാഹികൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നു. ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ഇതിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാകാം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സംഘടന കടന്നത്, നേതൃത്വം കടന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പവർ ഗ്രൂപ്പ് ഉണ്ട്, അത് ഇവരെല്ലാവരും നിയന്ത്രിക്കുന്ന ഒരു വിഭാഗമാണ് നിലവിൽ ഈ മേഖലയെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്, മാറ്റം വേണമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകളും. അത്തരം മാറ്റം വേണമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഈ സംഘടന പോകുന്നു, പരിപൂർണമായ ഒരു അഴിച്ചുപണിയിലേക്ക് ഈ സംഘടന പോകുന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഇനി ഒരു 2 മാസത്തിനകം ജനറൽ ബോഡി യോഗം ചേരുന്നു, പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ആര് വരും എന്നുള്ളതാണ് ഇനി പ്രധാനമാകാൻ പോകുന്നത്. അതിൽ യുവനിര വരണം, ഒരു പുതുതലമുറ വളർന്നു വരേണ്ടതുണ്ട് എന്നതാണ് രാജി വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മോഹൻലാലിൻ്റെ തന്നെ പ്രതികരണമായി പുറത്തു വരുന്നത്. തനിക്ക് മനോവേദനയുണ്ട്, ഇങ്ങനെ തൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ താൻ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ നടക്കുന്നതിൽ എന്നത്. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ ഇത് കഴിഞ്ഞ 2 മാസത്തിനിടെ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല, വർഷങ്ങളായി ഇതിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അംഗങ്ങൾ, WCC അംഗങ്ങളും മറ്റ് നടിമാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ കാര്യങ്ങൾ അതിൽ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിനൊരു നിമിത്തമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറിയിട്ടുണ്ട് എന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഓരോരോ വെളിപ്പെടുത്തൽ വരുന്നു. ആ വെളിപ്പെടുത്തലിന്മേൽ ഇപ്പോൾ നിയമ നടപടിയിലേക്ക് സർക്കാർ തന്നെ പ്രഖ്യാപിച്ച അന്വേഷണ സംഘം കടക്കുന്നു. അപ്പോൾ താരങ്ങളുടെ സംഘടന അമ്മ, അത് ഇതിൻ്റെ ഉത്തരവാദിത്വം, ധാർമ്മിക ഉത്തരവാദിത്വം, ഭരണത്തലപ്പത്തുള്ളവരുടെ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ വരുന്ന ഇത്തരത്തിലേക്കുള്ള ആരോപണങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജി സമർപ്പിക്കുന്നു എന്നുള്ളതാണ് രാജിക്കത്തിൽ പറയുന്നത്. ഈ സംഘടനയെ കരുത്തുറ്റതാക്കാൻ കഴിവുള്ള ഒരു നേതൃത്വം ഉയർന്നു വരട്ടെ, തിരുത്തിയതിനും വിമർശിച്ചതിനും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൽ രാജിക്കത്ത് മോഹൻലാൽ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അമ്മയുടെ കൊച്ചിയിലെ ആസ്ഥാനത്താണ്. ഇവിടെ ഷട്ടർ ഇട്ടിട്ടുണ്ട്, ഇതിനകത്ത് ചില അംഗങ്ങളുണ്ട്, വിനു മോഹനെ പോലെയൊക്കെയുള്ള ചില അംഗങ്ങളുണ്ട് എന്ന സൂചനയുണ്ട്. ഏതായാലും ഓൺലൈൻ യോഗം ചേർന്നുകൊണ്ടാണ് ഇന്ന് ഇത്തരം പ്രധാനപ്പെട്ട ഒരു തീരുമാനം അമ്മ കൈക്കൊണ്ടത്. ഈ യോഗം ഇന്ന് നടക്കേണ്ടതായിരുന്നു, യോഗം ഉണ്ടാകില്ല മോഹൻലാലിൻ്റെ അസൗകര്യത്തെ തുടർന്ന് എന്നൊക്കെയായിരുന്നു ഒരു ഘട്ടത്തിൽ പുറത്തു വന്ന വാർത്ത. പക്ഷേ പിന്നീട് ഇത് അടിയന്തരമായി തന്നെ ചേരേണ്ടതും ഇങ്ങനെ ഒരു അടിയന്തര തീരുമാനത്തിലേക്ക് പോകേണ്ടതുമാണ് എന്ന് സംഘടനയ്ക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം. ഇത് ഒരളവ് വരെ അപ്രതീക്ഷിതമാണ് ഇതിലെ അംഗങ്ങൾക്ക് പോലും. പക്ഷേ ഇനി ഉയർന്നു വരുന്ന ചർച്ചകൾ അടുത്ത നേതൃത്വം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. വനിത തലപ്പത്തേക്ക് വരുമോ, പുതുതലമുറ വരുമോ, അതോ ഇപ്പോൾ തന്നെ ഉയർന്നു കേട്ട ചില പേരുകൾ, ഇപ്പോൾ ജഗദീഷിൻ്റെ പോലെയൊക്കെയുള്ള പേരുകൾ പറയുന്നുണ്ട്, അതിലൊക്കെ എത്രത്തോളം ഇത് നടപ്പാകുമെന്ന് നമുക്കറിയില്ല. ജഗദീഷ് ഇക്കാര്യത്തിൽ ഒരു ഭിന്നമായ നിലപാട് സിദ്ദിഖ് സ്വീകരിച്ചതിന് ഭിന്നമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്ന് നമ്മൾ കണ്ടു. പൃഥ്വിരാജ് ഇന്നലെ വളരെ കൃത്യമായൊരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചതാണ്. ഇതിൽ ആരോപണ വിധേയരുണ്ടെങ്കിൽ മാറ്റി നിർത്തണം, അന്വേഷണത്തിന് തയ്യാറാകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ അതിനൊക്കെ തൊട്ട് പിന്നാലെയാണ് ഇത്ര ഭിന്നത, രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം ഈ സംഘടനയിൽ തന്നെയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മുതിർന്ന താരങ്ങൾ, ഉർവശിയെ പോലെയുള്ളവരൊക്കെ അമ്മയ്ക്കെതിരെ രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത്. സംഘടന കൈക്കൊണ്ട നിലപാട് തെറ്റായിരുന്നു, ഇനി ഇതിൽ കൃത്യമായ നിലപാട് സംഘടന കൈക്കൊണ്ടേ മതിയാകൂ, അടിയന്തര യോഗം ചേരണമെന്ന് ഉർവശി ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം അശോകനെ പോലെയൊക്കെയുള്ള നേതാക്കൾ, ഭാരവാഹികൾ, ഇപ്പോൾ ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റാണ്, അദ്ദേഹവും ജഗദീഷിനൊപ്പം തന്നെ ഈ തരത്തിലേക്കൊക്കെയുള്ള നിലപാട് തന്നെയാണ് അദ്ദേഹവും സ്വീകരിച്ചത്. ഒരു കാരണവശാലും ആരോപണ വിധേയരെ സംരക്ഷിക്കാൻ പാടില്ല എന്നുള്ള നിലപാട്. അപ്പോൾ അതിൻ്റെ എല്ലാം പരിണിത ഫലമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇപ്പോൾ ആടി ഉലഞ്ഞിരിക്കുന്നത് അമ്മ എന്ന താരസംഘടനയാണ്. ഈ താരസംഘടനയിൽ ഒരു ശുദ്ധി കലശം ഉണ്ടാകും എന്നതിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉന്മേഷ്.
അനുജ രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഈ കൂട്ടരാജ്യവുമായി ബന്ധപ്പെട്ട് അതിനെ അനുകൂലിച്ചുകൊണ്ടും കൂട്ടരാജി വേണ്ട എന്നുള്ള തരത്തിലുമൊക്കെയുള്ള പ്രതികരണങ്ങൾ കൊണ്ട് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് കമന്റ് ബോക്സ് നിറയുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി അശ്വിൻ പാലാഴിയിലേക്കാണ് പോകുന്നത്. അശ്വിൻ, ഈ കൂട്ടരാജി എന്നൊരാലോചന തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ഒറ്റ ദിവസം കൊണ്ടാണോ കാര്യങ്ങൾ മാറി മറിഞ്ഞത് അശ്വിൻ? ഉന്മേഷ്, കഴിഞ്ഞ 2-3 ദിവസങ്ങളെ അമ്മയിലെ ഭിന്നത നമ്മൾ തുടർച്ചയായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ ചർച്ച അമ്മയുടെ ഗ്രൂപ്പിൽ ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ രാജിവെക്കണം എന്നൊരു തീരുമാനം വാട്സപ്പിലെ ഇവിടെ ചർച്ചകളിൽ ഉയർന്നിരുന്നു. പക്ഷേ അത് ആ ഒരു ഗൗരവത്തിലേക്ക് പിന്നീടെടുത്തില്ല. അതിന് പിന്നാലെ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങൾ താരങ്ങൾക്കെതിരെ ഉണ്ടാകുന്നു. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഒരു രാജി എന്നുള്ള തീരുമാനം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതായി മോഹൻലാൽ മറ്റ് അംഗങ്ങളെ അറിയിക്കുന്നത്. മമ്മൂട്ടി അടക്കമുള്ള മുതിർന്ന താരങ്ങളുമായി മോഹൻലാൽ ഇതിൽ ആശയവിനിമയം നടത്തി എന്നുള്ള വാർത്തകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും രാവിലെ മോഹൻലാൽ ഈ വിവരം അറിയിച്ചതിന് പിന്നാലെയാണ് അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തയ്യാറെടുക്കുന്നത്. ഇന്നലെ മാറ്റിവെച്ച യോഗം അനിശ്ചിതമായി നീട്ടുകയായിരുന്നു. എപ്പോഴാണ് യോഗം നടത്തേണ്ടതെന്നൊരു തീരുമാനം അമ്മയിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ മോഹൻലാലിൻ്റെ തീരുമാനം എത്തിയതിന് പിന്നാലെയാണ് ഓൺലൈൻ വഴിയും ഓൺലൈനിൽ അവൈലബിൾ അല്ലാത്ത ആളുകളെ മൊബൈൽ ഫോൺ വഴിയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം നടത്തിയത്. അതിലാണ് മോഹൻലാൽ രാജി പ്രഖ്യാപിക്കുന്നത്. ചില താരങ്ങൾ അതിനെ ആദ്യഘട്ടത്തിൽ എതിർത്തെങ്കിലും പിന്നീട് അംഗീകരിച്ചു. ഒപ്പം കൂട്ടരാജി വേണമെന്ന മോഹൻലാലിൻ്റെ ആവശ്യവും ആദ്യത്തെ അഭിപ്രായ ഭിന്നതയ്ക്ക് ഒടുവിൽ അംഗീകരിക്കപ്പെടുകയായിരുന്നു. എന്തായാലും അങ്ങനെ വലിയ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും എല്ലാം നിലനിന്ന ഒരുപാട് തർക്കങ്ങൾക്കൊടുവിലാണ് ഒരു വലിയ ഈ 30 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി അമ്മ ഇങ്ങനെ ഒരു കൂട്ടരാജിയിലേക്ക് പോകുന്നത്. 94 രൂപീകരിക്കപ്പെട്ട സംഘടനയാണ്. ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്രത്തോളം വലിയൊരു പ്രതിസന്ധി പോലും അമ്മയ്ക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതും ഈ രാജിക്ക് പിന്നാലെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഉന്മേഷ്, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. വിഷ്ണു സുരേഷ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ ഈ സ്ത്രീ നേതൃത്വം ഉണ്ടാകണം താരസംഘടനയ്ക്ക് എന്നുള്ള തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. തലമുറ മാറ്റം വരണം, പുതിയ ആളുകൾ വരട്ടെ എന്നുള്ള തരത്തിലൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ സജീവമാകുന്നുണ്ട്. 2 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണല്ലോ ഇപ്പോൾ വ്യക്തമാക്കപ്പെടുന്നത്. അത്തരമൊരു സാധ്യത അതുണ്ടാകുമെന്നാണോ കരുതേണ്ടത് വിഷ്ണു? ഉന്മേഷ്, നിലവിലെ ഈ രാജി വിപ്ലവകരമായ തീരുമാനം എന്നെല്ലാം പല കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നുവരികയും അങ്ങനെ ഒരു പ്രതികരണമൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ അമ്മയിലൊരു തലമുറ മാറ്റം ആവശ്യമാണ്. അമ്മ ഒരു യഥാർത്ഥ ജനാധിപത്യ സംഘടനയായി മാറണമെങ്കിൽ കൂടുതൽ പുതുതലമുറയിൽപ്പെട്ട ആളുകൾ ഇങ്ങോട്ട് ഈ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തണം എന്നാണ് പൊതുവായി വരുന്ന ആവശ്യം. ചില പേരുകളും സംഘടനയ്ക്കുള്ളിൽ ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് പൃഥ്വിരാജാണ്, മറ്റൊന്ന് കുഞ്ചാക്കോ ബോബൻ, ടൊവിനോ പോലുള്ള ആളുകൾ ഇതിന്റെ നേതൃനിരയിലേക്ക് എത്തണം. ഒപ്പം നിലവിലെ കമ്മിറ്റിയിലുള്ള ജഗദീഷ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തണം എന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. സ്ത്രീ പങ്കാളിത്തം പരമാവധി ഉറപ്പിക്കണം, അതിന് സ്ത്രീകൾ തന്നെ സന്നദ്ധരായി മുന്നോട്ട് വരണം എന്നും ഒരാവശ്യം ഈ ഗ്രൂപ്പുകളിലെ ചാറ്റുകളിൽ നിറയുന്നുണ്ട്. 2 മാസത്തിന് ശേഷമായിരിക്കും ഇനി ജനറൽ ബോഡി തെരഞ്ഞെടുപ്പ് നടത്തുക. അതിൽ ഏറ്റവും പ്രധാനമായി ഒരുപക്ഷെ സംഘടന മുന്നോട്ട് വെക്കുക, അല്ലെങ്കിൽ ഈ കീ പോസ്റ്റിലേക്ക് എത്തുന്ന ആളുകൾ മുന്നോട്ട് വെക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിൽ പരാമർശിച്ചിട്ടുള്ള അതിജീവിതർക്കൊപ്പം തങ്ങൾ ഉണ്ടാകും എന്ന നിലപാടായിരിക്കും. ആ നിലപാടിനായിരിക്കും ആ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകൾക്ക് വോട്ട് എന്നുള്ളതായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു മാറ്റർ ഓഫ് കണ്ടന്റായി വരിക ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. എന്തായാലും പുതിയ ഒരു തലമുറ അമ്മയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ രാജിയുടെ സൂചന. അതെങ്ങനെയായിരിക്കും, ആരെല്ലാം ആയിരിക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. നിലവിലെ ഈ സംഘടനാ രീതി അനുസരിച്ച് തെരഞ്ഞെടുപ്പ് 2 മാസത്തിന് ശേഷം നടക്കുന്നത് വരെ ഇപ്പോഴുള്ള ഭരണസമിതി ആയിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകുക. ആവശ്യ സേവനങ്ങളെല്ലാം നടത്തുക അവരായിരിക്കും. മറ്റൊന്നുകൂടി പ്രധാനമായി പറയണമെന്ന് ഈ സംഘടനയിൽ നിന്നുള്ള ആളുകൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്, ഈ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ അത് ആർക്കും മുടങ്ങില്ല, അത് കൃത്യമായി അവരുടെ കരങ്ങളിലേക്ക് എത്തിക്കും, ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാവില്ല. ചില ആളുകളൊക്കെ ഇതിനോടകം തന്നെ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടാകില്ല എന്നും നിലവിലെ ഭരണസമിതി വ്യക്തമാക്കുന്നുണ്ട്. അവർ മാറി നിൽക്കുമ്പോൾ പുതിയ ഭരണസമിതി എത്തുന്നു. അതിൽ കൂടുതൽ യുവാക്കൾ ഉണ്ടാകും, സ്ത്രീകൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവരെല്ലാവരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അല്ലെങ്കിൽ അതിലുള്ള അതിജീവിതരെ ചേർത്ത് പിടിക്കുന്നവരായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആക്രമിക്കപ്പെട്ട നടി ഇപ്പോഴും
ഇപ്പോഴും ഈ സംഘടനയ്ക്ക് പുറത്താണ്. അവർ രാജിവെച്ച് ഒഴിഞ്ഞതാണ്. അവർ ഈ സംഘടനയിലേക്ക് തിരികെ എത്താനുള്ള നടപടി വേണം. WCC അംഗങ്ങളാണ് ഈ മാറ്റത്തിന് ഒരു പുതിയ തുടക്കം കുറിച്ചത്. അവർ സംഘടനയിൽ നിന്ന് ഏറെ ദൂരമാണ്, അല്ലെങ്കിൽ സംഘടനയ്ക്ക് പ്രതിപക്ഷ സ്ഥാനത്താണ് അവർ ഉള്ളത്. അവർ കൂടി സംഘടനയുടെ ഭാഗമായി, അല്ലെങ്കിൽ സംഘടനയ്ക്കൊപ്പം അവരെ കൂടി ചേർത്ത് കൊണ്ടുപോകാനുള്ള ഒരു നേതൃനിരയായിരിക്കണം ഇനി വരേണ്ടത് എന്നുള്ളതാണ് പൊതുവായി വരുന്ന ആവശ്യം. ഉന്മേഷം. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകി. നിതിൻ അംബുജൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. നിതിൻ, ഈ WCCയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ സമഗ്ര മാറ്റം അത് വേണം, സിനിമാ മേഖലയിൽ നിന്നുള്ള തരത്തിൽ ആദ്യ പ്രതികരണങ്ങളൊക്കെ വരുന്നത്. ഇപ്പോഴത്തെ ഈ കൂട്ടരാജിയെ ഈ ഒന്നടങ്കം അമ്മ ഭരണസമിതി രാജിവെക്കുന്നതിനെ എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്? എന്താണ് അവരുടെ പ്രതികരണം? നിതിൻ. ഉന്മേഷ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ഏതാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം WCC നടത്തിയ പോരാട്ടമെല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പല വെളിപ്പെടുത്തലുകൾക്കും ഊർജ്ജം നൽകിയത് WCCയുടെ ഇടപെടലുകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ വലിയ കരുത്ത് എന്തായാലും സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെല്ലാം തന്നെ WCC നൽകിയിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ WCC ഏറ്റവും പ്രധാനമായി നടത്തിയ ഒരു പ്രതികരണം, പുനരാലോചിക്കാം, പുനർനിർമ്മിക്കാം, മാറ്റങ്ങൾക്കായി ഒന്നിച്ചു നിൽക്കാം, നമുക്കൊരു പുതിയ വിപ്ലവം സൃഷ്ടിക്കാമെന്നാണ് WCC വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അമ്മയുടെ തലപ്പത്ത് ഒരു സമഗ്രമായ അഴിച്ചുപണി വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പുതിയ ആളുകൾ വരണം, അതോടൊപ്പം തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രധാനപ്പെട്ട ഉന്നത പദവിയിലേക്ക് വരണം എന്നൊരു ആവശ്യമെല്ലാം തന്നെ സമഗ്രമായുള്ള ഒരു ചർച്ചയിൽ ഉയരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു കൂട്ടരാജി എന്തായാലും അമ്മയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ WCC ഒരു പ്രതികരണവുമായി നടത്തിയിരിക്കുന്നത്. ഇതിൽ പുതിയ വിപ്ലവം സൃഷ്ടിക്കാൻ നമുക്ക് ഒന്നിച്ച് നിൽക്കാമെന്നാണ് WCC ഏറ്റവും ഒടുവിലായി ഈ കൂട്ടരാജിക്ക് ശേഷം ഫേസ്ബുക്കിലൂടെ പ്രതികരണമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഉന്മേഷ്. നിതിൻ അംബുജനാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ WCCയുടെ പ്രതികരണം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. WCC പറയുന്നത് മാറ്റങ്ങൾക്കായി ഒന്നിച്ചു നിൽക്കാമെന്നുള്ളതാണ്. നീതിയുടെയും അഭിമാനത്തിൻ്റെയും ഭാവി രൂപപ്പെടുത്തുക നമ്മുടെ കടമയാണ് എന്നുകൂടി WCC ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് അവരുടെ നിലപാടായി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ വെളിപ്പെടുത്തലുകളിലാണ് താരസംഘടന അമ്മയ്ക്ക് അടിതെറ്റിയത്. നീണ്ട മൗനവും നേതൃനിരയിൽ ഉള്ളവർ ആരോപണത്തിൽ കുടുങ്ങിയതും സംഘടനയ്ക്ക് തിരിച്ചടിയായി. ഒടുവിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ കൂട്ടരാജി. സംഭവവികാസങ്ങളുടെ നാൾവഴിയിലേക്കാണ് ഇനി. മലയാള സിനിമയെ അടിമുടി ഉലയ്ക്കാൻ പോന്ന ബോംബായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണത്തിന്റെയും സ്ത്രീവിരുദ്ധതയുടെയും ഉള്ളുപൊള്ളിക്കുന്ന വെളിപ്പെടുത്തലുകൾ. പ്രതികരിക്കാൻ അമ്മ നേതൃത്വം മടിച്ചു നിന്നു. സമ്മർദ്ദത്തിനും വിമർശനത്തിനും പിന്നാലെ നീണ്ട മൗനത്തെ ന്യായീകരിച്ച് ജനറൽ സെക്രട്ടറി സിദ്ദിഖും ആ മൗനത്തിന് ക്ഷമ ചോദിച്ച് വൈസ് പ്രസിഡന്റ് ജഗദീഷും മാധ്യമങ്ങൾക്ക് മുന്നിൽ. സംഘടനയിലെ ഭിന്നത മറനീക്കി. കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ള വ്യക്തമായി പറയാൻ കഴിയാത്തത്, ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി, ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി, അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും. അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. ഹേമ കമ്മിറ്റി ഒരു കാര്യം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, നടിമാർക്ക് ഇന്ന രീതിയിൽ പരാതിയുണ്ട്, ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. വാതിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം. ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. സിദ്ദിഖിനെതിരായ പീഡന ആരോപണം അമ്മയ്ക്കുമേൽ കൊടുങ്കാറ്റായി ആഞ്ഞുവീശി. സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. ഞാനതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഞാൻ സ്വമേധയാ രാജി ഇപ്പൊ രാവിലെ മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം അത്ര മാത്രമേ പറയുന്നുള്ളൂ. സിദ്ദിഖിന് പകരക്കാരനായി കണ്ട ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെതിരെയും ലൈംഗികാരോപണം. എന്നിട്ടും എക്സിക്യൂട്ടീവ് യോഗം നീണ്ടുപോകുന്നതിൽ അംഗങ്ങൾ അതൃപ്തി അറിയിച്ചു. വിമർശിച്ചും ചോദ്യം ചെയ്തും കൂടുതൽ താരങ്ങൾ എത്തിയതോടെ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ പ്രതിരോധത്തിലായി. ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ഇതോടെയാണ് അടിയന്തര എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർത്തത്. രൂപീകരണ നാൾ തൊട്ട് ഇന്നേ വരെയുള്ള അമ്മയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടം. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മോഹൻലാൽ ഉൾപ്പെടെ അമ്മയുടെ ഭാരവാഹികളുടെ കൂട്ടരാജി. ആൺമക്കളുടെ മാത്രം അമ്മ എന്ന വിമർശനം മറികടന്ന് അതിജീവിതരുടെ കൂടി അമ്മയായി മാറാൻ താരസംഘടനയ്ക്ക് ആകുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ഇടതുപക്ഷ MLA M മുകേഷിനെതിരെ അടക്കം ഇപ്പോൾ ആരോപണങ്ങൾ പുറത്തുവരുന്നൊരു പശ്ചാത്തലമുണ്ട്. ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി CPIയുടെ നേതാവ് ആനി രാജ ചേരുന്നുണ്ട്. വിനീത VG ആനി രാജയുമായി സംസാരിക്കും. വിനീതയിലേക്ക്.
ഉന്മേഷ്, ഇപ്പോൾ CPI നേതാവ് ആനി രാജ നമുക്കൊപ്പം ചേരുകയാണ്. നേരത്തെ തന്നെ ഈ വിവാദവുമൊക്കെയായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള നിലപാട് ആനി രാജ തുറന്നു പറഞ്ഞിരുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നിരവധി ആരോപണങ്ങളാണ് വരുന്നത്. ഇപ്പോൾ മുകേഷിനെതിരെയും ആരോപണം വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്. തീർച്ചയായിട്ടും അത്തരം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നിരവധി സ്ത്രീകൾ, അത് പ്രായഭേദമന്യേ സ്ത്രീകൾ മുന്നോട്ട് വരികയും സിനിമാ മേഖലയിലുള്ളവർ അവർ മുന്നോട്ട് വരികയും അവർ വന്നുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ അവർക്കുണ്ടായിട്ടുള്ള തിക്ത അനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയുമാണ്. അപ്പോൾ അത് ഈ ഗവൺമെൻറ് കൊടുത്ത ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ്. ഈ ഗവൺമെൻറ് ചില നടപടികൾ സ്വീകരിക്കും. നമ്മൾ ഒരു പരാതി പറഞ്ഞു എന്ന് അറിഞ്ഞാലും നമ്മളെ ആക്രമിച്ചവർ തിരിച്ച് വീണ്ടും നമ്മളെ ആക്രമിക്കില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് മുകേഷിനെതിരെയാണ്. അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്, ഒരു MLA ആണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഒരു രാജിയിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തിലേക്കോ അതിലേക്ക് മാറി നിന്നുകൊണ്ട് അദ്ദേഹം ആ അന്വേഷണത്തെ നേരിടേണ്ടതല്ലേ? ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ഈ സ്ത്രീകളെല്ലാം ഇത്രയും ആത്മവിശ്വാസത്തോടെ ഒരു സർക്കാരിന്റെ നടപടിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ആ ഒരു പ്രക്രിയ സർക്കാർ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരു മിഷനിലാണ്. ഈ സിനിമാ മേഖലയും സ്ത്രീ സൗഹൃദമാക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ നീങ്ങുകയാണ്. അങ്ങനെ നീങ്ങുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ആ പരിശ്രമത്തിന് തടസ്സമാകുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒന്നാണ് ഈ നമ്മുടെ മുകേഷ് MLAക്കെതിരായിട്ട് വരുന്ന പല സ്ത്രീകളും ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് SIT ഉണ്ടാക്കി അതെല്ലാം അങ്ങേയറ്റം സ്വാഗതാർഹമായ നടപടികൾ. ആ നടപടികൾ സത്യസന്ധവും നീതിപൂർവമായി നടപ്പിലാക്കുന്നുവെന്ന് ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണം. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഈ MLA പദവിയിലിരിക്കുന്ന മുകേഷിനെ അദ്ദേഹം ആ സ്ഥാനത്തു നിന്നും മാറി നിൽക്കണം. അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു മിഷന് ഏർപ്പെട്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ മിഷനെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കണം. അദ്ദേഹം അത് സ്വമേധയാ ചെയ്യുന്നില്ല എങ്കിൽ സംസ്ഥാന സർക്കാർ അക്കാര്യം ഉറപ്പുവരുത്തണം. അദ്ദേഹത്തെ പദവിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ള അന്വേഷണം നടത്തണം. ഇന്ന് ഈ അമ്മ സംഘടനയിൽ AMMAയിൽ ഒരു കൂട്ട രാജിയിലേക്കടക്കം കാര്യങ്ങൾ പോയിരിക്കുന്നു. മോഹൻലാൽ ഉൾപ്പെടെ 17 പേരാണ് രാജിവെച്ചത്. ഈ വിവാദങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സംഘടനയിൽ നിന്നുള്ള ഇത്തരം രാജി. അതാ ഇങ്ങനെ ഓരോ സ്ത്രീകളായി വന്ന ഓരോരുത്തരുടെ പേര് പറഞ്ഞ് അവരിങ്ങനെ ഓരോരുത്തരായി രാജിവെക്കുന്നതിന് പകരം ഒരുപക്ഷെ അവർ കരുതിയിരിക്കും നമ്മൾ ഒന്നടങ്കം വന്ന് രാജിവെച്ചാൽ ആരുടെയൊക്കെ പേരിലാണോ പരാതിയുള്ളത് അവരുടെയൊക്കെ പേരിൽ നടപടി ആയിക്കോട്ടെ എന്നുള്ള ഒരു ഇതുകൊണ്ടാവും. എന്തായാലും അനിവാര്യമായത് തന്നെയാണ് ആ രാജി എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായും ഈ ഘട്ടത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. സൂചിപ്പിച്ച പോലെ പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പരാതിയുള്ളവരുമായി ഈ അന്വേഷണ സംഘം ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ളൊരു നടപടിക്രമങ്ങൾ കൂടിയല്ലേ ഈ ഘട്ടത്തിൽ വേണ്ടത്? തീർച്ചയായും അത് തന്നെയാണ് ഗവൺമെന്റ് നടത്തുക എന്നാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ വെളിച്ചത്തിൽ ഒരു അന്വേഷണ കമ്മീഷൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള അതിന്റെ ഫൈൻഡിങ്സിന് മേലുള്ള നടപടികൾക്ക് വേണ്ടിയാണല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായും അവർ ആ കാര്യങ്ങൾ ചെയ്യും. ഒന്ന് പറയുവാനുള്ളത് ഇതെല്ലാം തന്നെ ടൈം ബൗണ്ട് ആയിരിക്കണം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ളത് ഏത് വിധത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആയിരുന്നാലും അതല്ല സെക്ഷൽ വയലേഷൻ ആയിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഒരു എന്താണ് ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് എന്നുള്ള ആ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് ഇപ്പം ഈ ഹേമ കമ്മീഷൻ തന്നെ സെറ്റപ്പ് ചെയ്തത് ഒരു നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് WCCBയുടെ മെമ്മോറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ കേസ് പോലും ഇന്ന് ഈ ഫാസ്റ്റ് ട്രാക്ക് കോർട്ടിന്റെ കീഴിലല്ല. അതുകൊണ്ട് തന്നെ ആ കേസ് അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കേസുകളും ഈ ഫാസ്റ്റ് ട്രാക്ക് സംവിധാന കോർട്ടിന്റെ അകത്ത് കൊണ്ടുവന്നുകൊണ്ട് സമയബന്ധിതമായി ആ നീതിന്യായ പ്രക്രിയ പൂർത്തിയാക്കിക്കൊണ്ട് നീതി ഉറപ്പാക്കണം. ഇപ്പൊ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണം ഉന്നയിച്ച ആ നടിക്കെതിരെ തിരിച്ച് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. അല്ല, അങ്ങനെ ഇവിടെ ഈ രാജ്യത്ത് ഇങ്ങനെ ആരോപണം ഉന്നയിച്ചാൽ ആദ്യം തന്നെ ആ പദവിയിലിരിക്കുന്ന ഒരാളെ നമ്മുടെ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്തുകൊണ്ടാണ് പദവി ഏറ്റെടുത്തത്. അങ്ങനെയുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾ ആ പദവിയിൽ നിന്ന് ആദ്യം മാറി നിൽക്കുക. എന്നിട്ട് തനിക്കെതിരെ തെറ്റായ ആരോപണമാണെങ്കിൽ ഈ രാജ്യത്ത് എല്ലാവർക്കും അവകാശമുണ്ട് ഈ നിയമങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി. അതുകൊണ്ട് അദ്ദേഹത്തിന് പോകാം, അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. പക്ഷേ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ ഇതുപോലുള്ള ഒരു പദവിയിൽ നിന്നും മാറി നിന്നുകൊണ്ട്
ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ നീതിപൂർവവും സത്യസന്ധവുമായി നടക്കുന്നു എന്ന് ഉള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. തീർച്ചയായും ഉന്മേഷ്, അനിരാജ പറഞ്ഞതുപോലെ തന്നെ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതിനുശേഷം ഈ അന്വേഷണത്തെ നേരിടണം, അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അത് സത്യമാണെങ്കിൽ അതും പുറത്തു വരണമെന്നുള്ളത് തന്നെയാണ് നിലപാട്. ഉന്മേഷ്, അപ്പോൾ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യം ഇടതുപക്ഷത്തു നിന്ന് തന്നെ ഉയരുന്നു. CPIയുടെ നേതാവ് ആനി രാജ ഇപ്പോൾ ആവശ്യം ഉന്നയിക്കുന്നു. പാർട്ടി MLAക്കെതിരെ തന്നെ ലൈംഗികാരോപണ പരാതി അന്വേഷിക്കാൻ നിർബന്ധിതമായതോടെ സർക്കാരിനെ വെട്ടിലാക്കുകയാണ് മുകേഷ് വാദം. മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിച്ച നടി പരാതി നൽകി. മറ്റൊരു നടിയുടെ അമ്മയോട് മുകേഷ് മോശമായി പെരുമാറിയെന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് വെളിപ്പെടുത്തി. CPIഎമ്മിന് നിലപാട് വൈകുന്നത് മുതലെടുത്ത് സിനിമാ നയരൂപീകരണ സമിതിയിലെ അംഗത്വത്തിൽ തുടരുകയാണ് മുകേഷ്. ആരോപണം വ്യാജമെന്നും ബ്ലാക്ക് മെയിലിംഗിനുള്ള ശ്രമം എന്നുമുള്ള വിശദീകരണവുമായി മുകേഷ് രംഗത്തെത്തി. സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം മുകേഷിനെതിരെ കേസെടുത്ത് നിയമ നടപടി തുടങ്ങാനിരിക്കെ CPIഎമ്മിനും സർക്കാരിനും മുകേഷിന്റെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. ഓരോ ദിവസവും മുകേഷിനെതിരെ വരുന്ന വെളിപ്പെടുത്തലുകൾ സർക്കാരിനൊപ്പം CPIഎമ്മിനെയും വലയ്ക്കുകയാണ്. നമ്മുടെ കഴിവിനനുസരിച്ചോ നമ്മുടെ റോളിനെ കുറിച്ചോ പ്രോജക്റ്റിനെ കുറിച്ചോ ഒന്നും മിണ്ടത്തില്ല. അവർ പറയുന്നത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ, നിങ്ങൾ കോംപ്രമൈസിന് തയ്യാറാണോ, കാസ്റ്റിംഗ് കൗച്ചിന് താല്പര്യമുണ്ടോ, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഒരു ഫീമെയിൽ ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ എന്നാണ് അവരുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ. അതിന് യെസ് എന്ന് പറഞ്ഞാൽ മാത്രമേ അവർ മുന്നോട്ട് സംസാരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവർ ഫോൺ വെച്ച് കളയും. ഇതാണ് അവരുടെ ഒരു മനോഭാവം. സിനിമാ ഷൂട്ടിങ്ങിനിടെ നടൻ മുകേഷ് റൂമിലേക്ക് കയറി വന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ഗുരുതര ആരോപണം ഉന്നയിച്ച നടിയാണ് ഇന്ന് പോലീസിൽ പരാതി നൽകിയത്. രഞ്ജിത്തിനെതിരെ ജാമ്യം ലഭിക്കുന്ന കുറ്റം ചുമത്തിയ പോലീസ് മുകേഷിനെതിരെയുള്ള പരാതിയിൽ ഏത് വകുപ്പ് ചുമത്തുമെന്നതും നിർണായകമാണ്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടെന്നാണ് നിലവിൽ പാർട്ടിയുടെ നിലപാട്. മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളിൽ പാർട്ടി പ്രതിരോധത്തിലല്ലെന്ന് ധനമന്ത്രി പറഞ്ഞു. LDF ഗവൺമെൻറ് ഇത്തരം കാര്യത്തിൽ പ്രതിരോധത്തിലാവില്ല. കാരണം ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്, ഞങ്ങൾ അതിനകത്ത് സമീപനം എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരാളുടെ ഒന്നിലധികം കാര്യം ഇതിനകത്ത് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. മുകേഷ് രാജിവെക്കേണ്ടെന്നും അന്വേഷണം നടക്കട്ടെ എന്നുമാണ് CPIഎം കൊല്ലം ജില്ലാ സെക്രട്ടറി S സുദേവന്റെ പ്രതികരണം. സിനിമാ നയ രൂപീകരണ സമിതിയിൽ മുകേഷ് തുടരുന്നതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണെന്ന സൂചനയാണ് ചെയർമാൻ ഷാജി N കരുൺ നൽകുന്നത്. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അസോസിയേഷനുമായിട്ട് എല്ലാ അസോസിയേഷൻ WWC അടക്കം എല്ലാ അസോസിയേഷനുമായിട്ട് ഓരോ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ മുകേഷ് അതിനകത്ത് അവിടെയും കാണുമായിരിക്കും. പക്ഷേ നമ്മുടെ ഇതിനെ പറ്റിയിട്ടുള്ള ഈ ചോദ്യം പ്രസക്തമാണ്. അത് നമ്മൾ സർക്കാരുമായിട്ട് ചോദിച്ചിട്ട് നമ്മൾ മുകേഷ് സ്ഥാനമൊഴിയണമെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം നേതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു. രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസും യുവജന സംഘടനകളും പ്രതിഷേധം തുടരുകയാണ്. രാജിക്കാര്യത്തിൽ മുകേഷും CPIഎമ്മും തീരുമാനമെടുക്കട്ടെ എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതിനിടെ വിവാദങ്ങളിൽ വിശദീകരണവുമായി മുകേഷ് രംഗത്തെത്തി. സഹായം ചോദിച്ച പണം നൽകാത്തതിനാൽ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നാണ് മുകേഷിന്റെ വിശദീകരണം. എല്ലാ തെളിവുകളും തന്റെ പക്കലുണ്ടെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോയി സത്യം തെളിയിക്കുമെന്നും മുകേഷ് വ്യക്തമാക്കി. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മ ഭാരവാഹികൾ മുഴുവനും രാജിവെച്ചു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തും രാജിവെച്ചു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വമുള്ള മുകേഷ് സിനിമാ നയ രൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് പോലും രാജിവെച്ചില്ലെങ്കിൽ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് ധാർമ്മികമാണ് താനും. സലിം മാലിക്, 24, തിരുവനന്തപുരം. സലീം മാലിക്കുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. സലീം, അപ്പോൾ മുകേഷ് കൂടി ആരോപണ വിധേയനാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗമൊക്കെ ചേർന്നതാണ്. ഇപ്പോൾ അവർ ഈ പരാതിയൊക്കെ ഏത് നിലയ്ക്ക് കൈകാര്യം ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള അറിയേണ്ടതുണ്ട്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നിലപാട് തുടരുകയാണല്ലോ മുകേഷ്. ഇപ്പോൾ ഈ രാജിവെക്കണമെന്നുള്ള ആവശ്യം ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുകൂടി ഇപ്പോൾ ഉയരുന്ന ഈ ഘട്ടത്തിൽ സലീം. ഉന്മേഷ്, മുകേഷിന്റെ വിഷയത്തിൽ സർക്കാർ വലിയ പ്രതിരോധത്തിലായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അത് പാർട്ടിയുടെ MLA കൂടിയായ പശ്ചാത്തലത്തിൽ ഇത്രയധികം വലിയ വിഷയങ്ങൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്യുമ്പോൾ അതിലൊക്കെ ഉറച്ച നിലപാട് തങ്ങൾ സ്വീകരിക്കുന്നു എന്നൊരു തോന്നൽ ആദ്യഘട്ടത്തിൽ ഉളവാക്കാൻ ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടത്തിയിരുന്നെങ്കിൽ മുകേഷ് കൂടി ആരോപണത്തിന്റെ പരിധിയിലേക്ക് വരുന്നതോടുകൂടി വലിയ ഒരു സംഘർഷം ഈ ഇടതുമുന്നണിയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇടതുമുന്നണിയിൽ തന്നെ ഒരു വിഭാഗം തന്നെ മുകേഷിന്റെ രാജി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. CPIയിലെ ചില നേതാക്കളൊക്കെ ഇപ്പോൾ തന്നെ ആനിരാജ ഉൾപ്പെടെയുള്ളവർ മുകേഷ് രാജിവെക്കണമെന്ന അഭിപ്രായവുമായി രംഗത്തെത്തി. പക്ഷേ മുകേഷ് സ്വമേധയാ രാജിവെക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല CPIഎമ്മിന്റെ പിന്തുണയും മുകേഷിനുണ്ട്. മാത്രമല്ല അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് ഒരു സിനിമാ നയം രൂപീകരിക്കാനുള്ള സിനിമാ നയ രൂപീകരണ കമ്മിറ്റിയിൽ കൂടി മുകേഷ് ഉണ്ട് എന്നുള്ളതാണ്. അത് മുകേഷ് ആദ്യം തന്നെ ഈ സിനിമാ നയ രൂപീകരണ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ മുതൽ മുകേഷ് അതിൽ അംഗമായിരുന്നു. പക്ഷേ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ആ കമ്മിറ്റിയിൽ നിന്ന് പോലും സ്വമേധയാ രാജിവെക്കാൻ മുകേഷ് തയ്യാറായിട്ടില്ല. മാത്രമല്ല സർക്കാരും ആ കമ്മിറ്റിയിൽ നിന്ന് മുകേഷിനെ മാറ്റാനും ഇതുവരെയും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നമായി സർക്കാരിന്റെ മുൻപിൽ നിൽക്കുന്നുമുണ്ട്. മാത്രമല്ല
പ്രതിപക്ഷ സംഘടനകളും ഒപ്പം BJPയും ഒക്കെ വലിയ നിലയിൽ ഈ വിമർശനവും സമരവും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ്. അതിൽ നിന്നൊക്കെ എങ്ങനെ സർക്കാരിന് മുഖം രക്ഷിക്കാനാവും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല സർക്കാരിൻ്റെ തന്നെ ഒരു MLAക്കെതിരെ ഏത് നിലയിലുള്ള കേസാവും രജിസ്റ്റർ ചെയ്യുക, അത് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുക എന്നതും ഒരു നമ്മൾ തന്നെ കാത്തിരിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഏതെങ്കിലും തരത്തിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുമോ എന്നുള്ളതും കാത്തിരിക്കുന്നതാണ്. രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്താൻ ജാമ്യമില്ലാ വകുപ്പ് പോലീസ് ചുമത്തിയിരുന്നില്ല. അതുപോലെ തന്നെ മുകേഷിനെതിരെയുമുള്ള ആരോപണത്തിൽ മുകേഷിനെതിരെ ഒന്നല്ല വിവിധ ആരോപണങ്ങളുണ്ട്. അതിലൊക്കെയും ഈ കേസ് രജിസ്റ്റർ ചെയ്യുമോ അതല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏത് നിലയിലുള്ള കേസ് രജിസ്റ്റർ ചെയ്യും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജി ചോദിച്ചു വാങ്ങുന്നത് തന്നെയാകും ഉചിതമെന്നൊരു അഭിപ്രായം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ അതിന് സർക്കാർ തയ്യാറാവാത്തത് നാളെ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു MLAക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം വന്നാൽ ആരോപണത്തിന്റെ മാത്രം പശ്ചാത്തലത്തിൽ രാജിവെപ്പിക്കുക നല്ല കീഴ്വഴക്കമാവില്ല എന്നുള്ളതാണ്. മാത്രമല്ല മുകേഷിനെ ന്യായീകരിക്കാൻ പറയുന്നത് നേരത്തെ കോൺഗ്രസ് MLAമാർക്ക് നേരെയും ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ വന്നപ്പോൾ അത് ആരോപണം എന്ന പരിധിയിൽ മാത്രം നിർത്തി രാജിവെച്ചിരുന്നില്ല, MLA സ്ഥാനം രാജിവെച്ചിരുന്നില്ല. മന്ത്രിസ്ഥാനമോ മറ്റോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാരവാഹിത്വമോ മറ്റോ ഉണ്ടെങ്കിൽ അതായിരുന്നു രാജിവെച്ചിരുന്നത് എന്നുള്ളതാണ് സർക്കാർ വിശദീകരിക്കുന്നത്. അങ്ങനെ ഒരു ഭാരവാഹിത്വം കൂടി മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ട്. ആ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നെങ്കിലും രാജിവെക്കുമോ എന്നുള്ളതും കാത്തിരിക്കുകയാണ്. ഉന്മേഷ്. ശരി, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഇത്തരത്തിൽ ലൈംഗികാരോപണം ഉയരുന്ന സാഹചര്യത്തിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ? പൊതുജനങ്ങളോട് ഈ ചോദ്യം ചോദിച്ചു. അവരുടെ അഭിപ്രായങ്ങളിലേക്ക്. അത് വ്യക്തമായ വിവരങ്ങളെല്ലാം പുറത്തു വരട്ടെ. എന്നിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളി രാജിവെക്കണമല്ലോ. അങ്ങനെയാണ് ഇപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ അങ്ങനെയല്ലേ. പുള്ളിയുടെ പേരിലുള്ള കുറ്റം തെളിഞ്ഞിട്ടില്ലല്ലോ. അതെന്തായാലും അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ചതിന് ശേഷം എന്താണ് നടപടി സ്വീകരിക്കാന്നുള്ളത് നോക്കാം. കുറ്റക്കാരനാണെങ്കിൽ എന്തായാലും രാജിവെക്കുന്നത് തന്നെ നല്ലത്. രാജിവെക്കണമെന്ന് വെക്കണ്ട രാജിവെക്കണം. പിന്നെ രാജിവെക്കുന്നതല്ലേ നല്ലത്. BJP നേതൃത്വത്തെ വെട്ടിലാക്കി മുകേഷ് MLAക്ക് പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മുകേഷിന്റെ രാജി ആവശ്യം BJP ശക്തമാക്കുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. നിലപാടിലെ വൈരുദ്ധ്യത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരെ സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്തു. ജനാധിപത്യത്തിനെതിരായ കടന്നാക്രമണത്തിന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് ഇന്ന് തൃശ്ശൂരിലുണ്ടായത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത്. നിങ്ങളത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം മാധ്യമങ്ങളെ കണ്ടെങ്കിലും വ്യക്തമായ നിലപാട് പറയാതെ ഒഴിഞ്ഞുമാറുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇതിനിടയിൽ രാവിലെ സുരേഷ് ഗോപിയെ കണ്ട മാധ്യമപ്രവർത്തകർ ആരോപണ വിധേയനായ മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിംഗ് ആണ്. അത് അന്നേരം നടക്കും. പിന്നാലെ പൊട്ടിത്തെറിച്ച സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് കയർത്തു. മണിക്കൂറുകൾ തികയും മുമ്പ് മുകേഷ് രാജിവെക്കണമെന്നതാണ് പാർട്ടി നിലപാടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രഖ്യാപിച്ചു. പാർട്ടി നിലപാട് പറയാൻ തൽക്കാലം പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ പാർട്ടിയുടെ അധ്യക്ഷനെയാണ്. പാർട്ടി നിലപാടിനോട് ചേർന്ന് പോകുക എന്നുള്ളതാണ് എല്ലാ പാർട്ടിയുടെ പ്രവർത്തകരും ചെയ്യേണ്ടത്. ഇതിനിടയിൽ രാമനിലയത്തിൽ വിശ്രമത്തിലായിരുന്ന സുരേഷ് ഗോപിയെ കാത്ത് മാധ്യമങ്ങൾ പുറത്ത് നിലയുറപ്പിച്ചു. രാമനിലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയ സുരേഷ് ഗോപിയോട് K. സുരേന്ദ്രന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുത്തി. ഇതോടെ പ്രകോപിതനായ കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. BJP അധ്യക്ഷൻ താങ്കളുടെ നിലപാട് തള്ളിയിരിക്കുകയാണ്. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ജനങ്ങൾക്കറിയേണ്ട ചോദ്യമാണ് ചോദിച്ചതെന്ന് മാധ്യമപ്രവർത്തകർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സൗകര്യമില്ലെന്ന മന്ത്രിയുടെ മറുപടി. ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ? സുരേഷ് ഗോപിയുടെ നടപടിക്കെതിരെ തൃശൂർ കോർപ്പറേഷൻ യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ച് കോൺഗ്രസ് പ്രതിഷേധിച്ചു. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത നടപടിയിൽ മുൻ MLA അനിലക്കര മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. വിഷയത്തിൽ പരസ്യമായി മാപ്പു പറയാൻ സുരേഷ് ഗോപി തയ്യാറാകണമെന്ന് KUWJ സംസ്ഥാന കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. ചോദ്യങ്ങളിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ച് സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്തത് മാധ്യമപ്രവർത്തകരെയല്ല, മറിച്ച് വിശ്വസിച്ചൊപ്പം നിന്ന സഹപ്രവർത്തകരെയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച തൃശ്ശൂരിലെ ജനങ്ങളെയുമാണെന്നോർത്താൽ നന്ന്. വ്യാപക പ്രതിഷേധമാണ് കേന്ദ്രമന്ത്രിയുടെ നടപടിയിൽ സംസ്ഥാനത്തൊട്ടാകെ ഉയരുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം
സൂരജ് സജി, 24.